ദേവപഞ്ചമി ഭാഗം 11. അതിനു പിന്നാലെ ഒരു വലിയ ഇടിയും മിന്നലും ഒരുമിച്ച് പൊട്ടി. ഓഫീസ് മുഴുവൻ വൈദ്യുതി പോയി ഇരുട്ടിലായി. ഒരു സെക്കൻഡിന്റെ സമയം മാത്രം. പിന്നെ കാറ്റിൽ തട്ടി വാതിലടഞ്ഞു. സിദ്ധാർത്ഥ് ലൈറ്റ് ഓൺ ചെയ്തു. നോക്കുമ്പോൾ രാഹുൽ നിലത്ത് നിശ്ചലമായി കിടക്കുന്നു. ആര്യന്റെ മുഖം ശാന്തമായിരുന്നു. പക്ഷേ അതിന്റെ ആഴത്തിൽ തീ പോലെ കത്തുന്ന ഒരു മുഖം. സിദ്ധാർത്ഥ്, അവരോട് അവനെ ആംബുലൻസിൽ കയറ്റാൻ പറയും. ജീവനുണ്ടെങ്കിൽ രക്ഷിക്കട്ടെ, ഇല്ലെങ്കിൽ അത് അവന്റെ ദ്രോഹത്തിന്റെ വിലയാണ്, ആര്യൻ ശാന്തമായി പറഞ്ഞു. പുറത്ത് മഴ തുടർന്ന് പെയ്തുകൊണ്ടിരുന്നു. മിന്നലിന്റെ പ്രകാശത്തിൽ ആര്യവീരന്റെ മുഖം ദൈവവും പിശാചും തമ്മിലുള്ള അതിരിൽ നിൽക്കുന്നത് പോലെ തിളങ്ങി. സിദ്ധാർത്ഥ് മിണ്ടാതെ ആകാംക്ഷയോടെ നോക്കി. ആര്യൻ ഓഫീസിന്റെ ജനലിന്റെ മുന്നിൽ നിന്നു മഴയിലൂടെ നോക്കി പറഞ്ഞു, ഇതോടെ രാഹുൽ തന്റെ ദ്രോഹത്തിന്റെയും ഭയത്തിന്റെയും വില കൊടുത്തു. ജീവനോടെ ഉണ്ടെന്നോ രക്ഷപ്പെട്ടെന്നോ മരിച്ചെന്നോ എന്നത് എന്നെ അറിയിക്കേണ്ട, അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. അവന്റെ പുറകെ തന്നെ സിദ്ധാർത്ഥും ഇറങ്ങി. അവൻ ഇറങ്ങുന്നതിന് മുമ്പ് അവിടെയുള്ള ആളുകളോട് ആര്യൻ പറഞ്ഞതുപോലെ തന്നെ രാഹുലിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു. ആര്യന്റെ ഒപ്പം വേഗം എത്തി. ആര്യന്റെ ഒപ്പം തന്നെ അവൻ കാറിലേക്ക് കയറി. ആര്യ, കുഞ്ഞ് ഹോസ്പിറ്റലല്ലേ? അവിടെ കുഞ്ഞിനെ നോക്കാൻ ആരാ ഉള്ളത്? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് കേട്ടപ്പോൾ മനസ്സിലേക്ക് വന്ന മുഖം ദേവപഞ്ചമിയുടെ ആയിരുന്നു. പലപ്പോഴായി താൻ ശ്രദ്ധിച്ച ആ മുഖം. തൻ്റെ കുഞ്ഞിനെ അവൾ വളരെ ശ്രദ്ധയോടെയാണ് നോക്കുന്നത്. കുഞ്ഞിനെ മാത്രമല്ല, തൻ്റെ മുത്തശ്ശിയെയും അവൾ നന്നായി തന്നെ നോക്കുന്നുണ്ട് എന്ന് അവന് തോന്നി. അത് അവിടെ മുത്തശ്ശിയെ നോക്കാൻ വന്ന ദേവപഞ്ചമിയുണ്ട്. അവൾ നോക്കുന്നുണ്ട് കുഞ്ഞിനെ, ആര്യൻ പറഞ്ഞു. എന്നാലും ശരിക്കും എന്തൊരു അത്ഭുതമാണല്ലേ ആര്യ, രണ്ടുപേരുടെ പേരിലും എന്ത് സാമ്യമാണല്ലേ? ദേവപഞ്ചമി, നാഗപഞ്ചമി. എങ്ങനെയാണ് നീ ഈ നാഗപഞ്ചമി എന്ന പേര് കുഞ്ഞിനിട്ടത്? സിദ്ധാർത്ഥ് ചോദിച്ചു. ഡ്രൈവ് ചെയ്യുന്ന ആര്യൻ അവനെ ഒന്ന് നോക്കി. പിന്നെ പറഞ്ഞു, ഈ പുലിക്കാട്ടിൽ ആര്യവീറിന്റെ മകൾക്ക് ഏറ്റവും ചേർന്ന പേര് നാഗപഞ്ചമി എന്ന് തന്നെയാണ്. അനുഗ്രഹിക്കാനും ശപിക്കാനോ കഴിവുള്ളവരാണ് നാഗങ്ങൾ എന്നല്ലേ പറയുന്നത്? അവരുടെ ഈ കഴിവിനെ ഭയന്ന് അവരെ പ്രീതിപ്പെടുത്താനായി ആരാധിക്കുന്നവരാണ് നമ്മുടെ മലയാളികൾ. ഭൂമിയിലും സമുദ്രങ്ങളിലും മറിഞ്ഞിരിക്കുന്ന പവിത്രമായ നിധിയുടെ രക്ഷകരാണ് എന്നല്ലേ പറയുന്നത്? എൻ്റെ മകളും അതുപോലെ തന്നെ ആയിരിക്കണം. അവൾക്ക് ശിക്ഷിക്കാനും രക്ഷിക്കാനും സാധിക്കണം. ശത്രുക്കളെല്ലാം അവളെ ഭയത്തോടെ നോക്കണം. പുലിക്കാട്ടിൽ വീട്ടിൽ എനിക്ക് ശേഷം സംരക്ഷകയായിരിക്കും അവൾ. അവൾ ആരെയും ഭയപ്പെടരുത്. മറ്റുള്ളവരെ ഭയപ്പെടുത്തുകയാണ് അവൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവൾക്ക് നാഗപഞ്ചമി എന്ന പേരിട്ടത്, അവൻ പറഞ്ഞു. അധികം വൈകാതെ തന്നെ അവൻ്റെ കാർ ഹോസ്പിറ്റലിന് മുന്നിൽ വന്നു നിന്നു. സെക്യൂരിറ്റിയെ കീ ഏൽപ്പിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും മുത്തശ്ശിയുടെ റൂമിലേക്ക് നടന്നു. മുത്തശ്ശിയുടെ റൂമിൻ്റെ വാതിക്കൽ രണ്ട് ഭാഗത്തും സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടായിരുന്നു. അതും ആയുധങ്ങൾ പിടിച്ചുകൊണ്ടുള്ള സെക്യൂരിറ്റിക്കാർ. അവരെ കണ്ടതും സിദ്ധാർത്ഥ് ആര്യനെ ഒന്ന് നോക്കി. ആരെയും വകവയ്ക്കാതെ തലയെടുപ്പോടെ നടക്കുന്ന അവനെ സിദ്ധാർത്ഥ് ഒന്ന് നോക്കി. അവൻ്റെ ഒപ്പം എത്താനായി പാടുപെടുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ്. ഇവന്റെ ഷൂവിൻ്റെ അടിയിൽ വല്ല ചക്രമാണോ? എന്തൊരു സ്പീഡാണ് ഇവന്! സിദ്ധാർത്ഥ് മനസ്സിൽ ഓർത്തുകൊണ്ട് അവൻ്റെ ഒപ്പം എത്തി. അവൻ ഒരു റൂം തുറന്ന് അകത്തേക്ക് കയറി. ലിവിംഗ് റൂമിൽ ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറിയപ്പോൾ അവിടെ നിന്നുള്ള ചിരിയും കളിയും എല്ലാം കേൾക്കുന്നുണ്ട്. അത് കേട്ടതും ഡോറ് തുറക്കുന്നതിന് മുന്നേ തന്നെ അവൻ ഒന്ന് നിന്നു. പിന്നെ ഫോൺ എടുത്തു. സോഫയുടെ അടുത്തേക്ക് വന്നു. അവൻ റൂം തുറക്കാതെ സോഫയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് കണ്ടതും സിദ്ധാർത്ഥ് അവൻ്റെ പുറകെ ചെന്നു. അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് ഫോണിലേക്ക് നോക്കിയപ്പോഴാണ് ആ റൂമിലെ CCTV ആണ് അവൻ നോക്കുന്നത് എന്ന് കണ്ടത്. ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി കുളി കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് എന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. തലമുടിയിൽ തോർത്ത് ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട്. കുഞ്ഞിനെയും കുളിപ്പിച്ചിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ തോന്നി. കുഞ്ഞിനെയും ടവൽ കൊണ്ട് മാറിന് മുകളിൽ കെട്ടിവെച്ച് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് ചെയ്ത് കുഞ്ഞിനെ ചിരിപ്പിക്കുകയാണ്. മുത്തശ്ശി അതെല്ലാം നോക്കിക്കൊണ്ട് ചിരിയോടെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ പൊട്ടിച്ചിരികൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആര്യൻ. പെൺകൊച്ച് കൊള്ളാലോ, പെട്ടെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞതും അപ്പോഴാണ് ആര്യൻ അവളെ നോക്കുന്നത്. യെല്ലോ ഒരു കുർത്തയാണ് അവൾ ഇട്ടിരിക്കുന്നത്. കുഞ്ഞിനെ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തുന്നതും കുഞ്ഞിൻ്റെ ബാഗിൽ നിന്നും ഡ്രസ്സ് എടുക്കുന്നതും കുഞ്ഞിൻ്റെ ദേഹത്ത് ക്രീമും പൗഡറും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും കുഞ്ഞിൻ്റെ കൈയും കാലും എല്ലാം ബോഡി ലോഷൻ ഇട്ടുകൊണ്ട് അവൾ മസാജ് ചെയ്യുമ്പോൾ മുത്തശ്ശി എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനനുസരിച്ചാണ് അവൾ ചെയ്യുന്നത് എന്ന് കണ്ടു. കുഞ്ഞാണെങ്കിൽ അവളുടെ മുഖത്ത് തന്നെ നോക്കിക്കിടക്കുന്നു. അവൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ
എന്തൊക്കെയോ ഒച്ചയും എടുക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ഒരു കോട്ടൺ വൈറ്റ് ബേബി ഉടുപ്പും അവളുടെ ഡയപ്പറും എല്ലാം ഇട്ടുകൊടുത്ത് കുഞ്ഞിന്റെ മുടി പതിയെ ചീകി വയ്ക്കുന്നതും കുഞ്ഞിന് പൊട്ടു തൊടിയിക്കുന്നതും എല്ലാം അവൻ കണ്ടു. എല്ലാം കഴിഞ്ഞ് മുത്തശ്ശിയുടെ അടുത്ത് കൊണ്ടുപോയി കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നതും കണ്ടുകൊണ്ടാണ് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു റൂമിലേക്ക് നടന്നു. മുത്തശ്ശിയുടെ റൂമിന്റെ ഡോറ് തുറന്നതും ശബ്ദം കേട്ട് ദേവപഞ്ചമിയും മുത്തശ്ശിയും അങ്ങോട്ട് നോക്കി. ആര്യൻ, നീ ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? മുത്തശ്ശി ചോദിച്ചു. അതിന് ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. അവൻ മുത്തശ്ശിയെ ശ്രദ്ധിച്ചു. മുടിയെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട്. മുഖത്തുള്ള ക്ഷീണമെല്ലാം മാറിയിരിക്കുന്നത് പോലെ തോന്നി. അവന്റെ നോട്ടം കണ്ടതും മുത്തശ്ശി, എത്രയാണെന്ന് വെച്ചാ ഇങ്ങനെ ഇരിക്കുന്നത്? ആ കൊച്ച് ദേഹമെല്ലാം നനഞ്ഞ തുണിക്ക് തുടച്ചു. എന്തൊരു ആശ്വാസമായിരുന്നു എന്നറിയാമോ? മുത്തശ്ശി പറഞ്ഞു. ശരിയാണ്, ഒന്ന് ഫ്രഷായ ഫീലിംഗ് ഉണ്ട്. മുത്തശ്ശിയുടെ അടുത്ത് നിന്നപ്പോൾ ബേബി പൗഡറിന്റെ മണം. മുത്തശ്ശിയുടെ മുഖത്ത് പൗഡർ ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. പൗഡറൊക്കെ ഇട്ട് സുന്ദരിയായിട്ടിരിക്കുന്നുണ്ടല്ലോ. എന്നാ പിന്നെ ഒന്ന് കണ്ണെഴുതി പൊട്ടും കൂടി വെക്കാമായിരുന്നു. കവളത്ത് ഒരു കറുത്ത പൊട്ടും കൂടി വെക്കായിരുന്നു എന്നുള്ള ശബ്ദം കേട്ടാണ് അവന്റെ പുറകെ വരുന്ന സിദ്ധാർത്ഥിനെ കാണുന്നത്. നീയും ഉണ്ടോ സിദ്ധു? മുത്തശ്ശി, എങ്ങനെയുണ്ട് ഇപ്പോ? ഓക്കെ ആയോ? ഇങ്ങനെ കിടന്ന എങ്ങനെ ശരിയാവുന്നത്? ഇപ്രാവശ്യം സ്വീറ്റ് 70 ആകുന്നതല്ലേ ഉള്ളൂ. ഞങ്ങളാണെങ്കിൽ മുത്തശ്ശിക്ക് നല്ലൊരു പാർട്ട്ണറെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഇങ്ങനെ വീണു പോയോ? സിദ്ധു ചിരിയോടെ ചോദിച്ചതും, നീ പോട ചെക്ക. എനിക്ക് പാർട്ട്ണറെ തിരക്കുന്ന നീ ആദ്യം നിനക്ക് ഒരാളെ സെറ്റാക്ക്. 28 30 എത്രയാണ് നിന്റെ വയസ്സ്? മുത്തശ്ശി ചോദിച്ചു. അത് കേട്ടതും അവൻ ചമ്മലോടെ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പഞ്ചമിയെ നോക്കി. അവൻ പഞ്ചമിയെ നോക്കുന്നത് കണ്ടാണ് ആര്യൻ അവളെ നോക്കുന്നത്. കുഞ്ഞ് അവളുടെ കയ്യിൽ ഇരുന്നു കൊണ്ട് ദേവപഞ്ചമിയുടെ കൈ വായിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അവൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. മുത്തശ്ശിക്ക് സൂപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്ന് തരട്ടെ? അവൾ ചോദിച്ചു. എനിക്ക് വേണ്ട മോളെ, കുറച്ച് കഴിയട്ടെ. ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്ക്, മുത്തശ്ശി പറഞ്ഞു. പുലിക്കാട്ടിൽ വീട് ഇങ്ങോട്ട് മാറ്റിയോ? സിദ്ധാർത്ഥ ചോദിച്ചതും, ഞാനും ദേ ഈ കുഞ്ഞും എവിടെയുണ്ടോ അത് ഞങ്ങളുടെ വീടാക്കി മാറ്റും നിന്റെ ഈ കൂട്ടുകാരൻ. മുത്തശ്ശി ആര്യനെ നോക്കി പറഞ്ഞതും ദേവ കുഞ്ഞിനെ ആര്യന്റെ നേരെ നീട്ടി. അവന് കുഞ്ഞിനെ വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ അടുത്തിരിക്കുന്നത് കൊണ്ടാണ് അവൻ വാങ്ങാതെ നിന്നത്. എന്നാൽ അത് മനസ്സിലാക്കിയതുപോലെ അവൾ കുഞ്ഞിനെ അവന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. അവൾ പോയതും അവൻ കുഞ്ഞിന്റെ കവളിൽ ഉമ്മ വെച്ചു. പെട്ടെന്ന് അവന് മറ്റൊരു മണമാണ് കുഞ്ഞിൽ നിന്ന് കിട്ടിയത്. ഇത്രയും നാളും ഇല്ലാത്ത ഒരു പ്രത്യേക സ്മെല്ല് കുഞ്ഞിൽ നിന്നും അവന് കിട്ടി. എന്തോ ആ സ്മെല്ല് അവന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. സിദ്ധാർത്ഥ് അടുത്തു വന്ന് കുഞ്ഞിനെ കൈനീട്ടി വാങ്ങാൻ നോക്കിയിട്ട് പോലും അവൻ കുഞ്ഞിനെ കൊടുക്കാതെ അടക്കി പിടിച്ചു. ഇങ്ങോട്ട് താ എൻ്റെ ആര്യ, ഞാൻ നിന്റെ മോളെ പിടിച്ച് തിന്നുകയൊന്നുമില്ല. പക്ഷേ ആര്യന്റെ മനസ്സിലായതുപോലെ കുഞ്ഞ് സിദ്ധാർത്ഥന്റെ അടുത്തേക്ക് പോകാതെ ആര്യന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവന്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ചു. ഇത് നിന്റെ കുഞ്ഞ് തന്നെയാണ്, ഒരു മാറ്റവുമില്ല, സിദ്ധാർത്ഥ പറഞ്ഞു. അവിടെ ഇരുന്നു. സിദ്ധാർത്ഥും ആര്യനും മുത്തശ്ശിയുമായിട്ട് സംസാരിക്കുമ്പോൾ അവൾ ഒരു ട്രേയിൽ ആര്യനും സിദ്ധാർത്ഥിനുമുള്ള കോഫിയും മുത്തശ്ശിക്കുള്ള സൂപ്പും കുഞ്ഞിനുമുള്ള കുറുക്കുമായിട്ടാണ് അവൾ വന്നത്. സിദ്ധാർത്ഥ് ട്രേയിൽ നിന്നും കോഫി എടുത്തു, ആര്യനും എടുത്തു. പിന്നെ മുത്തശ്ശിക്കുള്ള സൂപ്പ് മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ടേബിളിൽ കുഞ്ഞിനുള്ള കുറുക്ക് മൂടി വെച്ചുകൊണ്ട് അവിടെയുള്ള ചെയർ വലിച്ചിട്ടിരുന്ന് മുത്തശ്ശിക്കുള്ള സൂപ്പ് കോരി കൊടുക്കാൻ തുടങ്ങി. മുത്തശ്ശി തനിയെ കുടിച്ചോളാം എന്ന് പറഞ്ഞെങ്കിലും അവളത് കാര്യമാക്കാതെ മുത്തശ്ശിക്ക് കോരി കൊടുത്തുകൊണ്ടിരുന്നു. അത് മുഴുവനും മുത്തശ്ശിയെ കൊണ്ട് കുടിപ്പിച്ചു. അതിനുശേഷം മുഖവും തുടച്ചു കൊടുത്തുകൊണ്ട് അതുമായി വാഷ് ഏരിയയിലേക്ക് പോകുന്നതും അത് കഴുകി ടേബിളിൽ വെച്ചുകൊണ്ട് ആര്യന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ വാങ്ങാനായി ചെന്നു. അവളെ കണ്ടതും കുഞ്ഞ് ആര്യന്റെ കയ്യിൽ നിന്നും ചാടി അവളുടെ കയ്യിലേക്ക് പോയി. അത് കണ്ടപ്പോൾ അവന് ചെറിയ സങ്കടം തോന്നി. താനുണ്ടെങ്കിൽ, താനാണ് എടുത്തിരിക്കുന്നത് എങ്കിൽ അവൾ ആരുടെ കയ്യിലും പോകില്ലായിരുന്നു, തൻ്റെ കയ്യിൽ തന്നെ ഒതുങ്ങിക്കൂടുമായിരുന്നു. പക്ഷെ ഇന്ന് ചാടി അവളുടെ കയ്യിലേക്ക് പോകുന്നത് ഓർത്തപ്പോൾ ചെറിയൊരു സങ്കടം അവന് തോന്നി. പക്ഷേ അവന്റെ സങ്കടം കണ്ടതുപോലെ അവളുടെ കയ്യിൽ പോയ അതേപോലെ തന്നെ തിരിച്ച് വീണ്ടും ആര്യന്റെ കയ്യിലേക്ക് വന്നു. അത് കണ്ടതും പഞ്ചമി മുഖം വീർപ്പിച്ചുകൊണ്ട് അവളെ നോക്കിയതും പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് കുഞ്ഞ് അവളുടെ കയ്യിലേക്ക് വന്നു. അങ്ങനെ വീണ്ടും ആര്യന്റെ കയ്യിലേക്കും പിന്നെ വീണ്ടും പഞ്ചമിയുടെ കയ്യിലേക്കും മാറി മാറി വരുന്ന കുഞ്ഞിനെ കണ്ടതും മുത്തശ്ശിയും സിദ്ധുവും ചിരിയോടെ നോക്കി നിന്നു. കുഞ്ഞിന്റെ കളിയാണ് അതെന്ന് മനസ്സിലായതും അവളുടെ ആ കുറുമ്പിന് കൂട്ടു നിൽക്കുകയായിരുന്നു
പഞ്ചമിയും ആര്യനും. മതി വാവേ, കുഞ്ഞിന് വിശക്കുന്നില്ലേ? പാപ്പം തരാം എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിൻ്റെ ശ്രദ്ധ മാറ്റി. അവളുടെ കയ്യിലേക്ക് വന്നതും അവൾ കുഞ്ഞിനെയും കൊണ്ട് തിരിഞ്ഞ് മുത്തശ്ശിയുടെ ടേബിളിനടുത്തേക്ക് നടന്നു. അവിടെ കുഞ്ഞിനായി എടുത്തു വച്ചിരിക്കുന്ന ഫുഡുമായിട്ട് അവൾ ബാൽക്കണിയിലേക്ക് പോയി. നേരം സന്ധ്യാസമയം ആയിരുന്നു. അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും പാട്ടും മുസ്ലിം പള്ളിയിൽ നിന്നും പ്രാർത്ഥനയും എല്ലാം കേൾക്കുന്നുണ്ട്. ആകാശത്ത് ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി. അവിടെ നിന്നും കാണുന്ന കെട്ടിടങ്ങളിലെ എല്ലാ ലൈറ്റുകളും തെളിഞ്ഞു തുടങ്ങി. അതെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് അവൾ കുഞ്ഞിന് ഭക്ഷണം കോരിക്കൊടുത്തു. എന്തൊരു മാറ്റമാണെന്നറിയോ കുഞ്ഞിന്? ഇത്രയും നാളും ഇങ്ങനെ കളിക്കുന്നതും ചിരിക്കുന്നതും വളരെ കുറവായിരുന്നു. അതിന് അവളുമാരെ എന്തൊക്കെയോ ചെയ്താലാണെന്നറിയോ ഈ കുഞ്ഞിൻ്റെ മുഖത്തൊരു ചിരി തെളിയുന്നത്. മുത്തശ്ശി കുഞ്ഞിനെയും കൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുന്ന പഞ്ചമിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് ശരിയാ, എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഇവന്റെ ഗൗരവം അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടെന്ന്. ആരെയൊക്കെ കണ്ടാലും ചിരിക്കില്ല. ചിരിക്കണമെങ്കിൽ എന്തൊക്കെ കസർത്ത് നമ്മൾ കാണിക്കണം. എന്നാലും ചിരിക്കണമെങ്കിൽ അവൾക്ക് തോന്നണം. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും? ഓർക്കുമ്പോഴേ പേടിയാകുന്നു, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് ആര്യൻ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നീ നോക്കണ്ട, കാര്യമായിട്ട് പറഞ്ഞതാ. നിന്റെ ഒരു ഫോട്ടോ കോപ്പിയാണ് അതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. മനസാക്ഷി ഞാനാണെന്നും ഷാഡോ ആ കുഞ്ഞാണെന്നുമാ എല്ലാവരും പറയുന്നത്, സിദ്ധാർത്ഥ് പറഞ്ഞു. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് ആര്യൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് ആര് കണ്ടില്ലെങ്കിലും അത് മുത്തശ്ശി കണ്ടിരുന്നു. ബാൽക്കണിയിൽ നിന്നും നോക്കിയ പഞ്ചമിയും അവൻ്റെ ചുണ്ടിലെ ആ പുഞ്ചിരി ആ നിമിഷം കണ്ടിരുന്നു. താൻ ഇവിടെ വന്നിട്ട് ഇത്രയും സമയമായിട്ട് ആദ്യമായിട്ടാണ് ആ മനുഷ്യൻ ഒന്ന് ചിരിച്ചു കാണുന്നത് എന്ന് അവൾ ഓർത്തു. അവർ പിന്നെയും സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത് അവൾ കണ്ടു. എന്നാൽ ഇടയ്ക്കിടെ സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ അവളെ തേടി പോകുന്നത് ആര്യൻ കണ്ടു. നീ വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ അവിടെ നിന്നും എഴുന്നേറ്റു. മുത്തശ്ശിയുടെ റൂമിൻ്റെ ഡോറ് തുറന്നു പുറത്തെ ലിവിംഗ് ഏരിയയിലേക്ക് പോയി. അവർ രണ്ടുപേരും അങ്ങോട്ട് പോയതിനു ശേഷമാണ് അവൾ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് വന്നത്. കഴിച്ചോ മോളെ? മുത്തശ്ശി ചോദിച്ചു. കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ, നാഗമോൾക്ക് വാശിയൊന്നുമില്ല. എപ്പോ വിശന്നാലും അവൾ ഭക്ഷണം കഴിക്കും. വിശന്നില്ലെങ്കിൽ അവൾ ഭക്ഷണം കഴിക്കില്ല, ചിരിയോടെ മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിക്ക് ഭക്ഷണത്തിന് മുമ്പ് ഒരു ടാബ്ലറ്റ് ഉണ്ട്, അത് കഴിക്കണം, അവൾ പറഞ്ഞു. കുറച്ച് കഴിയട്ടെ മോളെ, അവർ പറഞ്ഞു. അവൾ കുഞ്ഞിൻ്റെ മുഖമെല്ലാം തുടച്ചു കൊടുത്തുകൊണ്ട് ബെഡിലേക്ക് കിടത്തി. ഇനി കുറച്ചു നേരം കിടന്ന് കളിക്ക്, അവൾ പറഞ്ഞു. കളിക്കുന്നത് നോക്കി മുത്തശ്ശിയും അവളും ഇരുന്നു. എടോ, തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ റൂമിലെ ഡോറ് തുറന്ന് അകത്തേക്ക് അവളുടെ ഫോണും കൊണ്ട് സിദ്ധാർത്ഥ് വരുന്നത്. അവൾ എഴുന്നേറ്റ് ചെന്ന് ഫോൺ വാങ്ങി. ഇത് റിങ് ചെയ്യുന്നുണ്ട്, കോള് വരുന്നത് കാണാൻ പറ്റുന്നില്ലല്ലോ, അവൻ പറഞ്ഞു. അത് മറ്റൊരു ആപ്പിൽ നിന്നാണ് കോള് വരുന്നത്, അതുകൊണ്ടാണ് കാണാത്തത്, അവൾ പറഞ്ഞു. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? സിദ്ധാർത്ഥ് സംശയത്തോടെ ചോദിച്ചു. അത് എൻ്റെ ഫോൺ അവർ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും എന്നറിയാവുന്നത് കൊണ്ട്. എൻ്റെ കൂട്ടുകാരി വരദ, അവളാണ് ഇത് ചെയ്തു തന്നത്. അവൾ വിളിക്കുമ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ, അവൾ പറഞ്ഞു. എന്നാൽ സംസാരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ചു പോയി. അവൻ ചെന്ന് സോഫയിൽ ഇരുന്നതും ആ കുട്ടിക്ക് ശരിക്കും പേടിയുണ്ട് അതിൻ്റെ വീട്ടുകാരെ അല്ലേ? അവൻ ആര്യനോട് ചോദിച്ചതും എന്താണെന്നുള്ള രീതിയിൽ ആര്യൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പോൾ ഫോൺ റിങ് ചെയ്തു ആ കൊച്ചിൻ്റെ. ചെയ്യുന്നതല്ലാതെ ഡിസ്പ്ലേയിൽ പേരോ നമ്പറോ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു അത് എന്താണെന്ന്. അപ്പോഴാണ് പറയുന്നത് അവളുടെ കൂട്ടുകാരി വിളിക്കുന്നതാണെന്ന്. അത് ഏതോ ഒരു ആപ്പിൽ നിന്നാണ് വിളിക്കുന്നതെന്ന്. അത് കേട്ട് ആര്യൻ്റെ നെറ്റി ചൊളിഞ്ഞു അവനെ നോക്കി. അവൻ വീണ്ടും മുത്തശ്ശിയുടെ റൂമിലെ ക്യാമറ ഓൺ ചെയ്തു. ഇവന് ഇത് തന്നെയാണോ പണി? സിദ്ധാർത്ഥ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതിലേക്ക് നോക്കി. മുത്തശ്ശിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, വീഡിയോ കോളാണ് എന്ന് കണ്ടതും അവൻ്റെ നെറ്റി ചൊളിഞ്ഞു. അവൻ റൂമിലേക്ക് വേഗം കയറി ചെന്നു. വീഡിയോ കോളിൽ മുത്തശ്ശിയോട് സംസാരിക്കുന്ന ആളെ അവൻ നോക്കി. ആദ്യം മനസ്സിലായില്ലെങ്കിലും മുത്തശ്ശി അവളെ നോക്കിക്കൊള്ളണേ, ആ ദുഷ്ടന്മാരെന്ന് തറവാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇവളെ അന്വേഷിച്ച് എന്നാണ് പറയുന്നത്. മൂട്ടിൽ തീ പിടിച്ച പോലെയാണ് എല്ലാം ഓടി നടക്കുന്നത്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, ഒറ്റയ്ക്ക് പുറത്തേക്കൊന്നും വിടരുതേ എന്നുള്ള സംസാരമാണ് കേൾക്കുന്നത്. ആര്യൻ ഫോണിലേക്ക് നോക്കുന്നത് കണ്ടതും വിജയകുമാറിൻ്റെ മകളാണ്, മുത്തശ്ശി പറഞ്ഞു. അതിന് മുത്തശ്ശിയെയും പിന്നെ കുഞ്ഞിനെ മടിയിൽ വെച്ചിരിക്കുന്ന അവളെയും അവനൊന്ന് നോക്കി. ആരാ മുത്തശ്ശി? വരദ ചോദിക്കുന്നത് കേട്ടതും പെട്ടെന്ന് പഞ്ചമിയുടെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. അടുത്തത് എന്താണ് അവൾ പറയുന്നത് എന്ന് ഒരു പിടിയുമില്ല. ഒട്ടും ബെല്ലും ബ്രേക്കും ഇല്ലാത്ത സാധനമാണ് അവൾ.
എന്ന് അറിയാം. മുത്തശ്ശി, ഞാൻ പിന്നെ വിളിക്കാം. പിന്നെ പഞ്ചമിയോട് സൂക്ഷിക്കാൻ പറയണേ. ഒരു കുഴപ്പമുണ്ടാവില്ല മോളെ, ഞങ്ങളെല്ലാം ഇവിടെയുണ്ടല്ലോ. മുത്തശ്ശി പറഞ്ഞുകൊണ്ട് പഞ്ചമിയുടെ നേരെ ഫോൺ നീട്ടിയതും അവൾ ആര്യനെ ഒന്ന് നോക്കി. പിന്നെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. അവള് അരുതാത്തതൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള സമാധാനത്തിൽ ഫോൺ വാങ്ങിയ പഞ്ചമി അടുത്ത അവളുടെ ഡയലോഗിൽ തറഞ്ഞു നിന്ന് പോയി. അവളുടെ മാത്രമല്ല, അത് കേട്ട് മുത്തശ്ശിയും ആര്യനും, എന്തിന് ആ റൂമിലേക്ക് വന്ന സിദ്ധാർത്ഥ് പോലും ഞെട്ടി നിന്ന് പോയി. പേര് പോലെ തന്നെ ആ കുഞ്ഞിന് നിന്റെ ഒരു മുഖഛായ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ശരിക്കും നിന്റെ കുഞ്ഞിനെ പോലെ തന്നെ. അതായിരുന്നു അവിടെ നിന്നും വരദ ചോദിച്ചത്. ഫോണിലെ സ്പീക്കർ ഓഫ് ചെയ്യാനും കട്ട് ചെയ്യാനും എല്ലാം പഞ്ചമി നോക്കുന്നുണ്ട്. പക്ഷേ കൈ വിറച്ചിട്ട് അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.